ഹലോ മൈ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ ദുബായിലെത്തിയ, അതായത് ഇപ്പോൾ ഞാൻ ഷാർജയിലാണ് ഞാൻ താമസം. ഇതാണ് എൻ്റെ അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ, ഇന്ന് നമ്മളിവിടെ നോർമൽ ജീവിതം നയിക്കാം. ഇപ്പോൾ ടൈം നാട്ടിലെ 12:30 ആയി കാണും. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. ഇന്ത്യയിലൊരു 100 ദിർഹം ഉണ്ട്, 100 ദിർഹം ഇന്ന് കഴിച്ചു കൂട്ടാനല്ല, മൊത്തത്തിലായിരിക്കും. എങ്ങനെയാണെന്ന് അറിയില്ല. അത് ഞാൻ പോയി നോക്കട്ടെ എവിടെയാണ് നമുക്ക് സാധനം കിട്ടാനും ബ്രേക്ക്ഫാസ്റ്റ്. ഈ നെക്സ്റ്റ് ഹൈപ്പർ മാർക്കറ്റിലുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ കഴിച്ചില്ലായത്. കാരണം ഇതിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ അപ്പാർട്ട്മെൻറ്റ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഭാഗത്ത് നിന്ന് എവിടെ കറങ്ങി തിരിഞ്ഞാൽ ഇവിടെ എത്തിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല, സെറ്റായിരിക്കും. അതുകൊണ്ട് അല്ലെങ്കിൽ ആകെ വിട്ടുപോയേന്. ഇവിടെ നമുക്കിങ്ങനെ റോഡ് തിരിയാം, പ്രശ്നമില്ല. കാരണം ഇത് ഷാർജയാണ്, ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ പറഞ്ഞോ. ഞാൻ വരുന്ന മുന്നേ റോട്ടിൽ കൂടെ നടക്കാൻ പാടില്ല, തുപ്പാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്നായിരുന്നു. ഗൈസ്, ഇവിടുത്തെ മെയിൻ പ്രോബ്ലം എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ ഒറ്റ മൈൻഡ് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചൂടുണ്ടാവും എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ അത് ചൂടാണെന്ന് ഞാൻ കരുതിയില്ല. എന്നോട് പറഞ്ഞിരുന്നു, എൻ്റെ ഭാഗത്ത് തെറ്റാ. അപ്പോൾ ഞാൻ തന്നെ ലാൻഡ് ക്രൂസർ സാധനം കിടക്കണം നോക്കി. എൻ്റെ ഭാഗത്തിൽ തെറ്റാ, ഞാൻ തന്നെ സഹിച്ചതാണ് പ്രശ്നം. എനിക്ക് ഒരാഴ്ച ഇവിടുന്ന് കടന്നു പോകണം, ഒരാഴ്ച. അപ്പോൾ നമ്മൾ എവിടുന്ന് നമ്മളിവിടെ അടുത്തൊരു റെസ്റ്റോറൻറ്റ്, ആ റെസ്റ്റോറൻറ്റിൽ പോയാണ്ട് നമുക്ക് നല്ല ഫുഡ് ഇട്ട് വെക്കാം, ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, നേരെ പോട്ടെ ഫുഡ് കഴിച്ചാണ്ട് റൂമിൽ. അയ്യോ പെരുംചൂടാ. എനിക്കൊരാഴ്ച ഉണ്ട് ഇനി. കോട്ടിയാട് ഫാമിലി റെസ്റ്റോറൻറ്റ്, ഇവിടെ നിന്നാണ് നമ്മൾ കഴിക്കണത്. തുറന്നു നോക്കാം അല്ലേ, ചോദിച്ചോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ എന്താ ഓർഡർ ചെയ്യുക, നമ്മൾ നോക്കട്ടെ എന്തൊക്കെ ഉണ്ടോ ചോദിച്ചോ. എന്തൊക്കെ ഉണ്ടോ ചോദിച്ചോട്ടെ. നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഒരു പ്ലെയിൻ ദോശ, ഒരു ചായ. അത് കഴിച്ചിട്ട് വിശപ്പ് മാറിയിട്ട് വീണ്ടും പ്ലെയിൻ ദോശ, ഒരു ചായ. ഇതാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. നോക്കട്ടെ വരട്ടെ, രസം ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. ചായ ഓൾറെഡി കുടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഒരു ചായ കൂടി ഓർഡർ ചെയ്തത്. ഒരു പ്ലെയിൻ ദോശ. ഇതാണ് പ്ലെയിൻ ദോശ. വെള്ളമുണ്ട്, ചൂടുവെള്ളം. അപ്പോൾ ഒരു വട കൂടി പറഞ്ഞു, അത് വരട്ടെ. ഞാൻ അത് കഴിച്ചു തുടങ്ങണം കേട്ടോ ഗൈസ്. ഇത് നോർമൽ നാട്ടിൽ നിന്ന് കിട്ടുന്ന മാതിരിയല്ല. കഴിച്ചിട്ടില്ല. വട എത്തിയിട്ടുണ്ട്. വട 3 വട കൂടിയതാണ് ഒരു വട എന്ന് പറയുന്നത് ഇവിടെ കേട്ടോ. ഗൈസ്, കോട്ടിയാട് റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ കഴിച്ച ഫുഡ് പരിപ്പോടെ 1, ടീ ഫ്രഷ് മിൽക്ക് 1 2 ഉണ്ട്. 1 കൂട്ടിയിട്ടുള്ളൂ. ഇനി ഞാൻ പിന്നെ കൊടുത്തു പ്ലെയിൻ ദോശ 1 ഒക്കെ കൂടെ ആയി 50, മൊത്തം 8.50 ഒരു ചായ കൂടെ ഉണ്ട്. അപ്പോൾ ഗൈസ്, അത്യാവശ്യം നല്ല ഫുഡായിരുന്നു, കുഴപ്പമില്ല, രസമുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ കോട്ടിയാട്. ഷാർജയിലുള്ളവർ ഇവിടെ നിന്ന് കഴിക്കണം. ഇതിൻ്റെ ഒരു സ്പെഷ്യൽ മെൻഷൻ ഇവർക്ക് ഞാൻ നൽകുന്നു, കോട്ടിയാട്. അപ്പോൾ ഗൈസ്, നമ്മളെ ബിൽഡിങ് അതാണ്. ഈ ഷാർജയിലുള്ള ഈ ഏരിയയിലുള്ള ഏറ്റവും വലിയ പൈസക്കാർ നിൽക്കുന്ന സ്ഥലം, റിച്ച് പീപ്പിൾ നിൽക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ഗൈസ്, പെരുമ്പയിലാണ്, വെയിൽ സഹിച്ചാൻ വയ്യ. ഞാൻ പോട്ടെ, റൂമിൽ പോട്ടെ. ഇനി നമുക്ക് ഉച്ചക്ക് ഇറങ്ങേണ്ടി വരും. അതിന് മുന്നേ നമുക്ക് നെക്സ്റ്റ് ഒന്ന് കയറാം, വെറുതെ ജസ്റ്റ് ഒന്ന് കറങ്ങി വെക്കാം. ഞാൻ ഇപ്പോൾ ഈ കഴിച്ചത് ഒരു 10-15 ദിർഹം എന്നൊക്കെ ആവും കരുതി. ഇല്ല, 8 ദിർഹമായിട്ടുള്ളൂ. 8 ദിർഹം. നമ്മളിങ്ങനെ ഫുഡ് കഴിച്ചിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിങ്ങനെ വരുമ്പോഴേ നെസ്റ്റോൻ്റെ ബാക്ക്
അങ്ങനെ കയറി ആ ചൂടിന്ന് രക്ഷപ്പെടാം അപ്പുറം വരെ. ഇവിടെ ബാക്കിലുണ്ടോ? ഇവിടെ ബാക്കിലുണ്ട് ബിൽഡിങ്. ഞാൻ എൻ്റെ ബിൽഡിങ് എന്ത് ചെയ്യുന്നു, ഞാൻ എൻ്റെ ബില്ലടി മിസ് ചെയ്യുന്നു. 8 ദിവസമായി മിസ് ചെയ്തിട്ട് 8 ദിവസമല്ല, 6 ദിവസമായി. നമ്മളിങ്ങനെ പോവുക. നമുക്ക് എന്താ ഇവിടുന്ന് വാങ്ങാൻ നോക്കാം നമ്മൾ. ഇത് ചോക്ലേറ്റ് സെക്ഷനിലാണ്. ചോക്ലേറ്റ് സെക്ഷനിൽ 16 ദിർഹം. നോക്കട്ടെ നമ്മൾ എന്തെടുക്കുക നോക്കാം. ചായ അടിച്ചല്ലേ നമുക്ക്. ഇതെടുക്കാം. 3.99 ഗാലക്സി കോക്കനട്ട് വേണ്ട നമുക്ക്. ഏതെടുക്കുക ഗൈസ്? നിങ്ങൾ പറയൂ, നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഏതെടുക്കുക? കോക്കനട്ട് വേണ്ട, ക്രഞ്ചി ഉണ്ടോ? ക്രഞ്ചി ഇതെടുക്കാം നമുക്ക്. ഹേസൽനട്ട് ഇട്ടിരിക്കുന്നു. വേറെ എന്ത് എടുക്കണം? ഡയറി മിൽക്ക് ഇത് എടുക്കാം നമുക്ക്. ഇത് 2.50. ഇത് 2 നമ്മൾ എടുത്തേക്ക് തൽക്കാലം. നമുക്ക് ബില്ലടിക്കാം. നമുക്ക് ബില്ലടിക്കാം. നമ്മൾ വാങ്ങിയിട്ട് ഇവിടെ കൊടുത്തത് 6.49. 6 ദിർഹം 49 പൈസ. അങ്ങനെയല്ലേ പറയാം. അപ്പോൾ നമുക്ക് മറ്റേ അധികം നിന്ന് പുഴുങ്ങും കഴിയൂല. പിന്നെ ഇപ്പം തന്നെ തലവേദന എടുക്കുന്നുണ്ട്. ജാതി ചൂടാണ്. ഓട്ടോമാറ്റിക് ഞാൻ 6-ാം നിലയിൽ ലിഫ്റ്റിന് മനസ്സിലായി. ഞാൻ 6-ാം നിലയിലാണ്. 6ാമത്തെ ഫ്ലോറാണ്. അപ്പോൾ കേസ് നമ്മൾ റൂമുക്ക് ചാവി അതാ തുറന്നിരിക്കുന്നു. നമ്മുടെ ഇത് ഇങ്ങോട്ട് തന്നെയല്ലേ? ഇങ്ങോട്ട് തന്നെ. ഇതാണ് അതിൻ്റെ അടയാളം. നമ്മൾ 604 നമ്പർ നമ്മൾ കാണിച്ചിട്ടോ. റൂം കാണിച്ചിട്ടോ. തീരത്ത് നെഞ്ചി ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ തുറന്നിട്ട് ഞങ്ങൾക്ക് അപ്പാർട്ട്മെൻറ്റ് പരിചയപ്പെടുത്തി തരാം. ഇതിങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു കിഡിലൻ ഹാള്, TV, കിഡിലൻ വ്യൂ. അങ്ങനെ പോയിട്ട് ഇതിങ്ങനെ വരും വ്യൂ. ഇങ്ങനെ പോയിട്ട് ഡ്രസ്സൊക്കെ ഉണ്ട്, അത് നോക്കണ്ട. പിന്നെ റൂം ഞാൻ കാണിച്ചു തരാം. ഇതൊരു റൂം, വിശാലമായ റൂം. പിന്നെ ഇത് ഞാൻ കിടക്കുന്ന റൂം. അതിലും വലുത് വിശാലല്ല. എൻ്റെ ഡ്രസ്സൊക്കെ കിടക്കുന്നുണ്ട് കണ്ടോ. ഇതിങ്ങനെ ഇതാക്കിയ എന്നിട്ട് ഇങ്ങനെ വാട്ട് എ ബ്യൂട്ടിഫുൾ. ഇനി ചാർജാ. വോ. അപ്പോൾ ഗൈസ് ഇതാണ് ഇങ്ങനെയുള്ള കാഴ്ചകൾ. ഇവിടെ നിന്ന് ഇങ്ങനെ ഇരുന്ന ഈ കാഴ്ച കണ്ട് ഇങ്ങനെ നിൽക്കാം. ഞാൻ ഉള്ളിക്കോട്ടെ. ഇവിടെയും പിഴിങ്ങുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ സമയം 6 മണി. ഞാൻ ഉച്ചക്ക് ചോറിന് നീച്ചില്ല, ഉറങ്ങിപ്പോയി. കാരണം ആ വെയിലും കൊണ്ട് റൂമൊക്കെ എത്തുമ്പോൾ ഇതിന് ടയേർഡായി. പിന്നെ ഞാൻ തോന്നി പിന്നെ വിശക്കുന്നില്ല. പിന്നെ ചായ എടുക്കായിരുന്നു. സ്വന്തം നെസ്റ്റ് ഹൈപ്പർ മാർക്കറ്റ്. അപ്പോൾ നമുക്ക് അവിടെ തന്നെ പോവാം ചാടിക്കാൻ. രാവിലെ പോയത് കോർട്ട്യാർഡ് ഫാമിലി റെസ്റ്റോറൻറ്റ്. നമുക്ക് വൈകുന്നേരങ്ങളിലെ ചായ കുടിക്കണമല്ലോ ഗൈസ്. നമ്മൾ രാവിലെ കഴിച്ച കോർട്ട്യാർഡിൽ തന്നെ വൈകുന്നേരത്തെ ചായയും കുടിക്കണം. ഞാൻ മിസ് ചെയ്യുന്നു. വൈകുന്നേരങ്ങളിലെ നാട്ടിലെ ചായ കൂടി മിസ് ചെയ്യുന്നു. ഫാമിലീസ് മിസ് ചെയ്യുന്നു. ഫ്രണ്ട്സ് മിസ് ചെയ്യുന്നു. എല്ലാവരും മിസ് ചെയ്യുന്നു. ആ ബില്ലടി മിസ് ചെയ്യുന്നു ഷോപ്പിലെ. എക്സ്ട്രാക്കാരെ 1/2 മണിക്കൂർ തരുമോ നമുക്ക്? ഗൈസ് ചക്കനെ കിട്ടിയിരിക്കുന്നു. അപ്പോൾ
ഇന്നില്ലേ കുറച്ച് കമ്മിയാണ് നമ്മൾ കറക്കോ കറക്കടിക്കുക കറക്ക്. ഓക്കെ സുഹൃത്തുക്കളെ, അങ്ങനെ അവസാനം ഞാൻ ആ ബോർഡ് കണ്ടെത്തിയിരിക്കുകയാണ്. ഫൈൻ ഫോർ ജെ വാക്കിംഗ് ID 400 ദിർഹമാണ് ഈ റോഡ് മുറിച്ച് കിടന്ന് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിയും കണ്ട് റോഡ് മുറിച്ചടക്കുക, അല്ലെങ്കിൽ 400 ദിർഹം ഫൈൻ അടിച്ച് കിട്ടും, പോക്കറ്റ് കീറും. അപ്പോൾ അബു ഷഹാറ കഫ്തീരിയിൽ നിന്ന് നമ്മളൊരു ചായയും ഷവർമയും ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇത്ര മാത്രമാണ് ഇന്നത്തെ കാഴ്ചകൾ. നമ്മുടെ ചക്കൻ എത്തിയിട്ടുണ്ട്. ചക്കനെ കാര്യമായിട്ട് കോളിലാണ്. അവ കോൾ ചെയ്യട്ടെ. അപ്പോൾ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വ്ളോഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് സുഹൃത്തുക്കളെ. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് റൂമിലേക്ക് പോട്ടെ. അപ്പോൾ ഇത്ര മാത്രം ഇന്നത്തെ കാഴ്ചകൾ. അപ്പോൾ നാളെ കാണാം. ബൈ. അസ്സലാമു അലൈക്കും. ബൈ.